നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ട്രെയിനുകളിൽ ഒന്ന് സദേൺ റെയിൽവേയുടെ ഏറ്റവും ഓൾഡസ്റ്റ് ട്രെയിൻ നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഇലക്ട്രിക് ലോക്കോ വെച്ച് വന്ന ട്രെയിൻ. അപ്പം ഇത്രയും സ്പെഷ്യാലിറ്റിയിലെ ട്രെയിൻ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ കാട്ട്പാടി ജംഗ്ഷൻ സ്റ്റേഷനിലാണ്. നമ്മളിന്ന് ഇവിടുന്ന് പയ്യന്നൂരേക്ക് പോകാട്ടോ. നമ്മൾ പോകുന്നത് ട്രെയിൻ നമ്പർ 12601 അഥവാ ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് മെയിൽ, മലബാറുകാരുടെ സ്വന്തം മദ്രാസ് മെയിൽ അല്ലെങ്കിൽ വൺ മെയിൽ, ഒന്നാം മെയിൽ എന്നൊക്കെ ഇത്രയും വിളിപ്പേരിലൊരു വണ്ടിയാട്ടോ അത്. അത്രയും ലെജൻഡറി ആയ ഒരു വണ്ടിയാണ് മദ്രാസ് മെയിൽ. ആ വണ്ടി കുറേ നാൾ പഴയ ICF കോച്ച് വെച്ച് ഓടിയിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി, അതായത് മാർച്ച് ഫസ്റ്റ് വീക്കിൽ ആ വണ്ടിക്ക് പുതിയ LHB കോച്ച് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ LHB വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നേക്കണേ. ഞാൻ എൻ്റെ ലാസ്റ്റ് ICF റൺ കവർ ചെയ്യാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആയപ്പോൾ അത് കൺഫേം ആയില്ല. അതുകൊണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. ഞാൻ വേറെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതിൻ്റെ LHB റൺ കവർ ചെയ്യാൻ പോവാണ്. കാട്ട്പാടി ടു പയ്യന്നൂർ വരെ സെക്കൻഡ് ഡേയ്സിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ എൻ്റെ വരെ കാണാം. ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് പറയാനുണ്ട്. ഒരു വലിയ ഹിസ്റ്ററി തന്നെ ഈ വണ്ടിയുടെ പുറകിലുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വാച്ച് ടിൽ ദി എൻഡ്. നമുക്കൊരു ചരിത്രം പറഞ്ഞാലോ. ഈ വണ്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി 1867 ഓടിത്തുടങ്ങിയത്. അതായത് പണ്ട് നമ്മുടെ കോഴിക്കോട് ബേപ്പൂരില്ലേ, ബേപ്പൂർ കടപ്പുറം, ബേപ്പൂരിൽ നിന്ന് പാലക്കാട് വരെ ഒരു വണ്ടി വരും, ഒരു ട്രെയിൻ വരും. കൊച്ചി ഹാർബർ ടെർമിനസ് എന്ന സ്റ്റേഷൻ കേട്ടിട്ടില്ലേ, പഴയ സ്റ്റേഷനാണ് കൊച്ചി ഹാർബർ ടെർമിനസ്. അവിടെ നിന്നൊരു ട്രെയിൻ പാലക്കാട് വരെ വരും. അപ്പോൾ ഈ രണ്ട് ട്രെയിനും പാലക്കാട് വന്ന് ജോയിൻ ചെയ്തിട്ട് ഒറ്റ ട്രെയിൻ, ആ ഒറ്റ ട്രെയിനാണ് മദ്രാസ് മെയിൽ. ആ ഒറ്റ ട്രെയിനായിട്ടാണ് അത് തിരിച്ച് ചെന്നൈക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്ലിപ്പ് ട്രെയിൻ കണക്ഷൻ ആയിരുന്നു പണ്ടുണ്ടായത്. പിന്നെ അവരത് എക്സ്റ്റെൻഡ് ചെയ്ത് മലബാർ സൈഡിലേക്ക് ഒരു ട്രെയിനാക്കി, ഇങ്ങോട്ടൊരു ട്രെയിനാക്കി. അങ്ങനെയാണ് മദ്രാസ് മെയിലായത്. ഞാൻ പഴയ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് പണ്ടത്തെ സ്റ്റീം ലോക്കോ വെച്ചോടിയ മദ്രാസ് മെയിൽ. അത്രയും ലെജൻഡറി ആയ ഒരു വണ്ടിയാണ്. ഞാൻ ഇതിൽ ഒരിക്കൽ യാത്ര ചെയ്തിരുന്നു. അതിൻ്റെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിരുന്നു യൂട്യൂബിൽ. പക്ഷേ അന്ന് ICFലായിരുന്നു പോയത്. ഇന്ന് LHB ആണ്. LHB എന്ന് പറഞ്ഞാൽ ലിങ്ക് ഹോഫ്മാൻ ബുഷ്, അതായത് ജർമ്മൻ ടെക്നോളജിയാണ്. കുറച്ചും കൂടിയും സ്ട്രോങ്ങർ കോച്ചസും കുറച്ചും കൂടിയും ഫാസ്റ്റർ സ്പീഡിൽ പോയാലും നമുക്ക് കുലുക്കം അറിയത്തില്ല. അതാണ് LHB കോച്ച് പ്രത്യേകത. 160 പോയാലും നമുക്ക് 160 പോകാൻ പറ്റും. പക്ഷേ ഇവിടെ 130 ആണ് ലിമിറ്റ്. 130 വരെ പോയാൽ നമുക്ക് കുലുക്കൊന്നും അറിയത്തില്ല. അതാണ് ഈ വണ്ടി പ്രത്യേകത കേട്ടോ. അപ്പം അതുമാത്രമല്ല, LHB കോച്ചിൽ മറ്റേ ICFലെ പോലെ സ്ക്രൂ കപ്ലിംഗ് അല്ല, കുറച്ചും കൂടി സ്ട്രോങ്ങർ കപ്ലിംഗ് ആണ്. സ്ക്രൂ കപ്ലിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി ഇടിച്ചാൽ രണ്ട് കോച്ച് തമ്മിൽ പൊളന്ന് കയറും ഉള്ളിലേക്ക്. ഇതിൽ ആ പരിപാടി ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി നല്ലൊരു കോച്ചസാണ് കൊടുത്തേക്കാണ്. ഈ വണ്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ നാൾ മുമ്പ് ഈ വണ്ടിയുടെ ഭയങ്കര കംപ്ലയിൻറ്റ് കിട്ടിയത് ഇതിൻ്റെ ICF കോച്ചാണ്. ഒരുപാട് നാളത്തെ ആൾക്കാർ പറയായിരുന്നു ഈ വണ്ടിയുടെ കോച്ചിൻ്റെ പ്രശ്നം, ഭയങ്കര പഴയ കോച്ചും ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു. ബട്ട് ഇപ്പോൾ LHB ആയതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഈ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ മംഗലാപുരം മെയിലിന് റേക്ക് ഷെയറിംഗ് വരുന്നത് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സുമായിട്ടാണ്. പക്ഷേ ഇത് ICF ആവുന്ന സമയത്ത് ഇത് 4 റേക്ക് ഷെയറിംഗ് ആയിരുന്നു. മദ്രാസ് മെയിൽ, വെസ്റ്റ് കോസ്റ്റ്, മാവേലി എക്സ്പ്രസ്, മലബാർ എക്സ്പ്രസ്, ഈ 4 വണ്ടി തമ്മിൽ റേക്ക് ഷെയറിംഗ് ആയിരുന്നു. പക്ഷേ LHB ആയതോടുകൂടി മാവേലി മലബാറായിട്ടുള്ള റേക്ക് ഷെയറിംഗ് കട്ട് ചെയ്ത് ഇപ്പം വെറും വെസ്റ്റ് കോസ്റ്റ് മെയിൽ മാത്രമേ റേക്ക് ഷെയറിംഗ് ഉള്ളൂ. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ചെന്നൈ എത്തിയ വെസ്റ്റ് കോസ്റ്റിൻ്റെ റേക്കാണ് ഇന്ന് രാത്രി മെയിലായിട്ട് പോണേ. അപ്പം ഇന്ന് മെയിലായിട്ട് പോയത് നാളെ രാവിലെ മംഗലാപുരം എത്തി വെസ്റ്റ് കോസ്റ്റ് ആയിട്ട് വരും. അപ്പം വെസ്റ്റ് കോസ്റ്റും മെയിലും തമ്മിൽ റേക്ക് ഷെയറിംഗ് ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ റേക്ക് ഷെയറിംഗ് നടക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ വണ്ടിയുടെ കോച്ച് കോമ്പോസിഷൻ പറയാം കേട്ടോ. വണ്ടിക്ക് 4 ജനറലാണ്, 2 ഫ്രണ്ടിൽ 2 ബാക്കിൽ, പിന്നെ ഒരു സെക്കൻഡ് AC കം ഫസ്റ്റ് AC, അതായത് HA1, പിന്നെ ഒരു സെക്കൻഡ് AC മാത്രമേ ഉള്ളൂ, ഒറ്റ സെക്കൻഡ് AC, പിന്നെ 5 തേർഡ് AC ഉണ്ട്, B1 മുതൽ B5 വരെ, പിന്നെ 9 സ്ലീപ്പർ കോച്ചും. ഇത്രയും ഇതാണ് വണ്ടിയുടെ കോച്ച് കോമ്പോസിഷൻ കേട്ടോ. വണ്ടി കാട്ട്പാടി രാത്രി 10:13 എത്തിയിട്ട് അടുത്ത ദിവസം രാവിലെ 9:50 പയ്യന്നൂർ എത്തും. 11 മണിക്കൂർ 35 മിനിറ്റാണ് ഈ വണ്ടിയുടെ ജേർണി ടൈം കാട്ട്പാടി ടു പയ്യന്നൂർ. എനിക്ക് ഇനി റേറ്റ് ആയത് 1540 രൂപയാണ്. സെക്കൻഡ് ACയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പം രാത്രി 10:15 എനിക്ക് ഉള്ളിൽ കയറി കാണിക്കാനൊന്നുമില്ല. ഉള്ളിൽ കയറുക, നേരെ ബെഡ് വരിക, കിടന്നുറങ്ങാം. രാവിലെ നമ്മളൊരു 7:30 ആകുമ്പോൾ കോഴിക്കോട് എത്തും. അവിടെ മുതൽ നമുക്ക് കുറേ സാധനം കാണിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് വണ്ടികൾ ക്രോസിങ് വരാനുണ്ട്. നമ്മുടെ മദ്രാസ് മെയിൽ പാലക്കാട് ഡിവിഷൻ്റെ വണ്ടിയാട്ടോ. പാലക്കാട് ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് മെയിൽ കാറ്റഗറി വരുന്നൊരു വണ്ടിയാണ്. ഇത് നമ്മുടെ LHB ആയതോടുകൂടി പാലക്കാട് ഡിവിഷൻ്റെ ആദ്യത്തെ LHB വണ്ടിയായിട്ടാണ് മദ്രാസ് മെയിൽ കേട്ടോ. ഇത് ചെന്നൈയിൽ നിന്ന് 8:10 എടുത്തിട്ട് അടുത്ത ദിവസം 12:06 ഉച്ച 12:06 മംഗലാപുരം എത്തും. അപ്പം അപ്രോക്സിമേറ്റ് 15 മണിക്കൂർ 56 മിനിറ്റാണ് ഈ വണ്ടി എടുക്കുന്നത്. ആഴ്ചയൊക്കെ എത്ര ടൈം എടുക്കുന്നുണ്ടെന്ന്. അപ്പം ഇത്രയും ടൈം എടുക്കാൻ ഒരു 889 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാനാണ് 15 hours 56 minutes എടുക്കുന്നത്. നേരെ മറിച്ച് ഇവൻ്റെ തന്നെ തൊട്ട് മുമ്പിൽ വൈകുന്നേരം 6:10 ഇവിടുന്ന് പോകുന്ന വണ്ടിയാണ് നമ്മുടെ ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ റെയിൽ ഫാൻസ് പ്രിൻസ് എന്ന് വിളിക്കും. പ്രിൻസ് എന്ന് വിളിക്കുന്ന ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ്. നമ്മളതിൽ പോയിട്ടുണ്ട്. അതിൻ്റെ വ്ളോഗ് ഞാൻ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം, അത് കണ്ടോട്ടോ. സൂപ്പർ വണ്ടിയാണ്.
അപ്പം ആ വണ്ടി ഒരു 15 മണിക്കൂർ എടുക്കുന്നില്ല, ഇവനേക്കാളും 1 മണിക്കൂർ കുറവാണ്. കാരണം അവന് സ്റ്റോപ്പ് കുറവാണ്. ഈ വണ്ടി കേരളം കയറിയാൽ ഇഷ്ടം പോലെ സ്റ്റോപ്പാണ്. ചറവറ സ്റ്റോപ്പാണ്. ചറവറ സ്റ്റോപ്പിലെ വണ്ടി കേട്ടോ കേരളം കയറിയാൽ. ഇത് നമ്മുടെ കാട്ട്പാടി സ്റ്റേഷനിൽ പുതുതായി ഇൻസ്റ്റാൾ ചെയ്ത ഇതാട്ടോ, ഡിജിറ്റൽ ക്ലോക്ക് റൂം, സ്മാർട്ട് ലഗേജ് ലോക്കറാണ്. ഇവിടെ പിന്നെ മറ്റേ ഇതും ഉണ്ട് കേട്ടോ, റെയിൽവേ റിട്ടയറിംഗ് റൂംസ് ഒക്കെ ഉണ്ട് കാട്ട്പാടി സ്റ്റേഷനിൽ. ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ വണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ തൊട്ട് ബാക്കിൽ തന്നെ നമ്മുടെ ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ഇഷ്ടം പോലെ വണ്ടി ഇവിടെ വരുന്ന ടൈമാട്ടോ ഇത്. ഇപ്പം പോയത് BCNA ഫ്രൈറ്റ് ആണ്. ഒരു WAG9 ട്വിൻസ് വെച്ചൊരു BCNA പോയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് മൊത്തം 29 സ്റ്റോപ്പാണ്, ചെന്നൈ മുതൽ മംഗലാപുരം വരെ. ഇത് നമ്മുടെ തിരുപ്പതിയിൽ നിന്ന് കാട്ട്പാടി വരെ പോകുന്ന മെമോ ആട്ടോ ഇത്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് കാട്ട്പാടി. ഇത് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുക, പ്ലാറ്റ്ഫോം നമ്പർ 5 കേട്ടോ. ഇപ്പം നമ്മുടെ വണ്ടി തിരുവള്ളൂർ വിട്ട് പിന്നെ വാലജ റോഡും എത്താനായിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഡിലേ ഉണ്ട്. കുഴപ്പമില്ല, ഓൺ ടൈമായി എത്തിക്കോളൂ. നമ്മുടെ വണ്ടിയിൽ അങ്ങ് ദൂരെ നിന്ന് ലൂപ്പ് ഇറങ്ങി ഇതിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്കോഡ് ഇൻഫോ എനിക്ക് ഓൾറെഡി കിട്ടിയിരുന്നു, ബട്ട് എന്നാലും വണ്ടി വരട്ട് അപ്പം പറഞ്ഞുതരാം. അതല്ല അതിൻ്റെ ഒരു ബ്യൂട്ടി. ഓഹോ, പ്ലാറ്റ്ഫോമിന് വേദനിക്കും കേട്ടോ, അതുകൊണ്ട് ഇത്ര മെല്ലെ വരണേ. ഞാൻ വന്ന് തള്ളണോ? എന്തുവാടി അത്? അപ്പം നമ്മുടെ ലോക്കോതേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു WP7 ആണ് ലോക്കോ. ഇന്നലെ WP4 പോയത്, ഇന്നൊരു WP7 ലോക്കോ കേട്ടോ. പൂനെ ഷെഡിൻ്റെ 39415 WP7 നമ്മുടെ ലോക്കോ കേട്ടോ ഇന്നത്തെ. അങ്ങനെ ഫ്രഷ് LHB കോച്ചിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ്. ഫ്രഷ് അല്ല, ഒരു 2 മാസമായി, ബട്ട് സ്റ്റിൽ LHB എന്നല്ലേ. എൻ്റെ കോച്ചിൽ A147 ആട്ടോ. ജനറലിൻ്റെ ഇടി കണ്ടോ ദൈവമേ. ഇതിൻ്റെ ഫസ്റ്റ് AC കം സെക്കൻഡ് AC ആണ്, HA1. ഒരു AC 2 ടയർ കം AC. ഇത് എൻ്റെ കോച്ചാണ്, A1 2025 മെയ്ഡ്. അടിപൊളി വണ്ടി. അങ്ങനെ അധികം നേരമൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. വന്ന് അപ്പം തന്നെ എടുത്ത് 2 മിനിറ്റ് 3 മിനിറ്റ് വെച്ചു, അപ്പം തന്നെ എടുത്തു കേട്ടോ വണ്ടി. ഞാൻ ഉള്ളിലേക്ക് കാണിക്കാം, ആൾക്കാരൊക്കെ ഒന്ന് പോട്ടെ. വണ്ടി കയറിയപ്പോൾ തന്നെ നമുക്കത് ബ്ലാങ്കറ്റ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു സീറ്റിൽ. പിന്നെ ഒരു സദേൺ റെയിൽവേ എന്ന് പറഞ്ഞ ഇവിടെ ഇപ്പം ഇത് എന്തൊക്കെ ഇതിനുള്ളിൽ നമ്മുടെ ഈ ബെഡ്ഷീറ്റും ഇതൊക്കെ ബ്ലാങ്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു പില്ലോ ഉണ്ട്, നല്ല ക്വാളിറ്റി പില്ലോ കേട്ടോ, അധികം കച്ചറൊന്നുമില്ല. ഫ്രഷ് LHB കോച്ചായതുകൊണ്ട് ഇതേ കണ്ടോ, പാലക്കാട് ഡിവിഷൻ്റെ ടെക്നിക്കൽ ആളെ പേരും എല്ലാം കൊടുത്തിട്ടുണ്ട്. അടിപൊളി കോച്ചാട്ടോ, ഉള്ളിൽ ഒരു രക്ഷയില്ല. കോച്ച് ഇൻറ്റീരിയർ അടിപൊളി, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ 2025 മാനുഫാക്ചേർഡ് കോച്ചാട്ടോ. നമുക്ക് വന്ന് വാഷ്റൂം നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. വാഷ്റൂം അടിപൊളി കേട്ടോ, നല്ല നമ്മുടെ നാട്ടുകാർക്ക് സിവിക് സെൻസ് ഒന്നും കേട്ടോ. അതായത് ഇങ്ങനെ വെള്ളമൊന്നും ആക്കുന്നില്ല, അത്യാവശ്യം എല്ലാം ക്ലീനായി വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ഐറ്റം. നമുക്കൊന്ന് യൂറോപ്യൻ വാഷ്റൂമോട് നോക്കിയിട്ട് വരാം കേട്ടോ. നോർമലി നമ്മൾ സൂപ്പർ ഫാസ്റ്റിനാണ് യാത്ര ചെയ്യാറ് കേട്ടോ, മെയിലിൽ എടുക്കാറില്ല. ബട്ട് ഇന്നിതിൻ്റെ LHB റൺ എനിക്ക് കവർ ചെയ്യണം എന്നില്ല ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ മെയിലിനെടുത്ത കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് ജോളാർപേട്ടാണ്. വണ്ടി പറപ്പിച്ച് പോവാണ്, അടിപൊളി പോക്കാണ്. നല്ല കോച്ചും ബെഡ്റോളും അറ്റൻഡന്റ്മാരൊക്കെ അടിപൊളിയാണ്. വണ്ടി ഇപ്പോൾ സെറ്റാട്ടോ. നാളെ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ 7:30 കോഴിക്കോട് എത്തും. നമുക്ക് അടുത്ത മണിക്ക് എണീക്കാന്ന്. ഓക്കെ, അപ്പം ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പം കുറ്റിപ്പുറം വിട്ടൊരു അരമണിക്കൂർ ലേറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഞാനൊരു 1:30 എക്സ്പെക്ട് ചെയ്ത്, 1:30 ഒന്നും പോയില്ല. 1:20, 1:22, 1:23 ആ റേഞ്ചിൽ പോയി. പക്ഷേ ഇപ്പം പാലക്കാട് ഡിവിഷൻ കയറിയോടെ 110 ഫുൾ 110. കോൺസ്റ്റൻറ്റ് 110 പോവാണ്. നമ്മളിപ്പം തിരുനാവായ സ്കിപ്പ് ചെയ്ത് 110. അപ്പോൾ ഫുൾ 110 ഈ സെക്ഷൻ, മൊത്തം 110. അടിപൊളി പോക്കാണ് വണ്ടി. അരമണിക്കൂർ ലേറ്റ് എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ റെഡിയായി ഫ്രഷായി സെറ്റായി. നമ്മളൊരു 9:50 ട്രെയിനിൽ എത്തുമല്ലോ. അപ്പം അതുവരെ ഫുൾ ചില്ലാണ് വണ്ടിയിൽ. നമ്മളങ്ങനെ ഒരു 27 മിനിറ്റ് ലേറ്റായിട്ട് തിരൂരെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബാക്കിൽ മറ്റേ യശ്വന്തപൂർ കണ്ണൂരുണ്ട്, സേലം വഴി. പിന്നെ മുംബൈ ആയിട്ട് സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി ഉണ്ടല്ലോ, റോക്കറ്റ്, മലബാർ റോക്കറ്റ്, അവനുണ്ട്. അപ്പം എല്ലാം ബാക്കിൽ വല വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം തിരൂരെത്തിയിരിക്കുക കേട്ടോ. നമ്മളെ വണ്ടി അങ്ങനെ സക്സസ്ഫുള്ളി തിരൂർ ഡിപ്പാർട്ടായിരിക്കുകയാണ്. നമ്മൾ അടുത്ത സ്റ്റോപ്പ് താനൂരാട്ടോ. തിരൂർ വിട്ട താനൂർ, പിന്നെ പരപ്പനങ്ങാടി, ഫെറോക്ക്. കേരളത്തിൽ ഇഷ്ടം പോലെ സ്റ്റോപ്പുണ്ട് ഈ വണ്ടിക്ക്. ചറവറ സ്റ്റോപ്പാണ് കേരളം കയറിയാട്ടോ. രാവിലെ എനിക്ക് വിശപ്പ് അത്ര ഇല്ല, ബട്ട് സ്റ്റിൽ ഞാനൊരു ഹൈഡ് ആൻഡ് സീക്ക് മിലാൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വണ്ടി ഇപ്പം താനിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തും.
നമ്മളങ്ങനെ താനൂരെത്തിയപ്പോൾ ഇവിടെ മെയിൻ ലൈനിൽ മറ്റേ BCN കിടപ്പുണ്ട് കേട്ടോ. ഇതിനെ BCN എന്ന് പറയാം. ഇത് നമ്മുടെ സിമെൻറ്റും അയച്ചക്കെല്ലാം കൊണ്ടുവന്ന സാധനമാണ് BCN. ജനറൽ ഇടി കണ്ടോ? ആൾക്കാർ ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുക ജനറലൊക്കെ. ഷോ, ഒന്നാമത് വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് തന്നെ വണ്ടി ഫുള്ളാണ്. ഒറ്റ സീറ്റ് വേക്കൻ്റ് അല്ല വണ്ടിയിൽ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ. ഞാൻ ഇതിന് എക്സാക്റ്റ് 2 മാസം മുമ്പേ ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് സൈഡ് ലോവർ കിട്ടിയിട്ടോ. ഞാൻ എൻ്റെ ബർത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്, 47 സൈഡ് ലോവർ. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞു വെച്ചാൽ ഈ ജനറൽ ടിക്കറ്റ് എടുത്ത് ആൾക്കാർ കോച്ച് മാറി കയറി. TT ഇപ്പം എല്ലാവരെയും ഓടിച്ച് വിടുക ബാക്കിലേക്ക്. കാരണം ഈ 2 ജനറൽ അവിടെയാണ്. ആൾക്കാർ HA1-ലും A1-ലും കയറിയിട്ടുണ്ട്. അപ്പം എല്ലാവരും പിടിച്ച് ബാക്കിലേക്ക് തട്ടിക്കൊണ്ടിരിക്കുക. പരപ്പനങ്ങാടി എത്തിയേ. അപ്പോഴേക്കിതേ നമ്മുടെ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് വരുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പം അതിപ്പം പോയി. ഏതൊരു P7 ലോക്കോ കണ്ടില്ല ഏതാണെന്ന്. ഇതിപ്പം നമ്മൾ കൊങ്കൺ റെയിൽവേയിലാണെന്ന് സംശയമുണ്ട് കേട്ടോ. എല്ലാ സ്റ്റേഷനിലും മെയിൻ ലൈനിൽ കൊണ്ട് ഗുഡ്സ് കൊണ്ടിട്ടേക്കുക. കൊങ്കൺകാർക്ക് അങ്ങനെ സ്ഥിരം സ്വഭാവം അത്. ദൈവത്തിനറിയാം എന്താണെന്ന്. ഇവിടെ വഞ്ചിനാടും കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റിയുമായി രേഖിച്ചിറങ്ങിയ വണ്ടിയാണ് നമ്മുടെ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്. അപ്പം അതപ്പുറത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഡിപ്പാട്ടോ. ജനറലിൽ ഇടിയുണ്ട് അവിടെ നോക്കിയേ. ഷോ, നമ്മളങ്ങനെ കല്ലായി സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് കൂടി ഇടും, എന്നിട്ട് എടുക്കുമല്ലോ. കോഴിക്കോട് നമ്മൾ ഒരു 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറും ഒരു 5 മിനിറ്റിൽ. ഞാൻ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് ഒരു 3 വടയും ഒരു സമോസയും മേടിച്ചേട്ടാ. അപ്പം ഇവിടെ കിടക്കുന്നത് BCA CBM. എൻ്റെ ഈ ഫ്ലൈറ്റിനെ വരും കേട്ടോ, BCA CBM. ഇത് കാറ് കൊണ്ടുവന്ന ഫ്ലൈറ്റ് ആട്ടോ. അത് ഇതിനുള്ളിൽ ഫുള്ള് കാറാണ്, ലോഡഡ് കാറായിട്ട് ഇതിനുള്ളിൽ. അപ്പം ഇതിൻ്റെ ലോക്കോ നിങ്ങൾ കണ്ടായിരുന്നോ? ഇതിൻ്റെ ലോക്കോ ഒരു ജാൻസി ഷെഡിൻ്റെ WAG7 ആണ്. അതിൻ്റെ ഫേസ് കണ്ടോ? നമ്മൾ റെയിൽ ഫാൻസിനിട്ട് വരെ ടൈഗർ ഫേസ് G7 ആട്ടോ. ജാൻസി ഷെഡിൻ്റെ ടൈഗർ ഫേസ് G7 കൊള്ളാമല്ലേ കാണാനത്? സൂപ്പർ ആയിട്ടാണ്. അത് വളരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പം അത് ഈ BCN CBM ആയിട്ട് വന്നതാണ് കേട്ടോ. നമ്മളങ്ങനെ കോഴിക്കോട് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ല ചൂട് ഒഴുകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാംനഗർ തിരുനെൽവേലി പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കൊള്ളാം, സൂപ്പർ. വിശപ്പുണ്ടായോണ്ട് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. വണ്ടി ഇതേ കോഴിക്കോട് നിർത്തി കേട്ടോ. ഇത് നമ്മുടെ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ആണ്, 19578. അത് മെല്ലെ കോഴിക്കോട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരാൻ ഡയറക്റ്റ് 3 വണ്ടിയേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ്, ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് മെയിൽ, പിന്നെ നമ്മുടെ വെസ്റ്റ് കോസ്റ്റും. ഈ മെയിലിനും സൂപ്പർ ഫാസ്റ്റിനാണ് ഏറ്റവും ഡിമാൻഡും തിരക്ക് ഏറ്റവും ടിക്കറ്റ് കിട്ടാത്ത വണ്ടി അതാട്ടോ. ഫുള്ളായിരിക്കും വണ്ടി, ടിക്കറ്റും കിട്ടാറില്ല. പിന്നെ അത് മാത്രമല്ല 2 മാസം മുമ്പ് ടിക്കറ്റ് നമ്മൾ ഫുള്ളാവും. ഈ വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് നോർമലി ഇടയ്ക്ക് കറണ്ട് അവൈലബിലിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പം വെസ്റ്റ് കോസ്റ്റ് നിങ്ങൾ എപ്പോൾ നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് കിട്ടും. കാരണം ആ വഴി ടൈമിങ് ഭയങ്കര മോശം ടൈമിങ്ങാണ്. കാരണം ഉച്ചക്ക് 3:30 കാട്ട്പാടിയിൽ നിന്ന് എടുത്താൽ ഉച്ചക്ക് 3:30 കാട്ട്പാടി എടുത്താൽ രാവിലെ 3 മണിയൊക്കെ ആകുമ്പോഴാണ് പയ്യന്നെടുക്കുന്ന വണ്ടി. അതുകൊണ്ട് ഞാൻ ആ വണ്ടി പ്രിഫർ ചെയ്യാറേയില്ല. നേരെ മറിച്ച് തിരിച്ച് വരുന്ന മെയിലും ഞാൻ പ്രിഫർ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ തിരിച്ച് വരുന്ന മെയിൽ ഉച്ചക്ക് 3:30 പയ്യന്നൂരിൽ നിന്ന് എടുത്താൽ അടുത്ത ദിവസം രാവിലെ 3 മണിക്ക് കാട്ട്പാടി എത്തുന്നൊരു വണ്ടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ്ലി നമ്മുടെ ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. ടൈമിങ് കുറച്ചും കൂടി സെറ്റ് ടൈമിങ്ങാണ്, അതുകൊണ്ട് ആണ് ഞാൻ വണ്ടി പ്രിഫർ ചെയ്യുന്നത്. അപ്പം വേറെ എന്ന് വെച്ചാൽ ചെന്നൈ എഗ്മൂറിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വണ്ടിയുണ്ട്. സെൻട്രലല്ല, എഗ്മൂറിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ട്യൂസ്ഡേയും. പിന്നെ നമ്മുടെ ചെന്നൈ എഗ്മൂർ മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസ് ഉണ്ടല്ലോ, 16159 16150 16159 16160.
ഇതുകൊണ്ട് ഈ 2 വണ്ടിയാണ് എഗ്മോറിൽ നിന്ന് മംഗലാപുരം സെൻട്രലിലേക്കല്ല കേട്ടോ. ഇത് കേരളം രാവിലെ ഒന്ന് കാണണം, കേരളം രാവിലെ കാണണം. തമിഴ്നാട് രാത്രി വഴി തമിഴ്നാട് പാസ് ചെയ്ത് കേരളം രാവിലെ കാണണമെങ്കിൽ മെയിലാണ് ബെറ്റർ. പക്ഷെ നിങ്ങൾക്ക് കേരളം രാത്രി കണ്ട് തമിഴ്നാട് സേലം ആ സൈഡൊക്കെ രാവിലെ മീൻസ് ഡേ റൈറ്റിൽ കാണണമെങ്കിൽ വെസ്റ്റ് കോസ്റ്റാണ് ബെറ്റർ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ രണ്ടും രാത്രി കാണണമെങ്കിൽ സൂപ്പർ ഫാസ്റ്റാണ് ബെറ്റർ. അപ്പോൾ ഈ ടൈമിംഗ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ. നമ്മളൊരു 33 മിനിറ്റ് ലേറ്റായിട്ട് കൊയിലാണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പം ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ തിരക്കുണ്ടോ അവിടെ? അത് നമ്മുടെ പരശുരാം എക്സ്പ്രസ് ഉണ്ടല്ലോ, മംഗലാപുരം കന്യാകുമാരി. പരശുവിന് കയറാനല്ലേ ഇടിയാട്ടോ. അത് ഫുൾ ആൾക്കാരാട്ടോ സ്റ്റേഷനിൽ. ഒന്നാമത് വെക്കേഷൻ അല്ലേ, അപ്പം പരശു വന്നുകൊണ്ടിരിക്കുക. അപ്പം അയ്യോ 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 ഒരാൾ വീണ്. ദൈവമേ, എന്തൊക്കെയാണ് നടക്കുന്നത്? അയ്യോ, നമ്മളിപ്പം തലശ്ശേരി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 40 മിനിറ്റ് ആട്ടോ വണ്ടി ലേറ്റ്. അപ്പം തലശ്ശേരി കയറുമ്പോൾ ഇറങ്ങി വന്നത് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ആട്ടോ. മുംബൈ LTTന്ന് ഇന്നലെ വിട്ട് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രലിലെത്തുന്ന നേത്രാവതി എക്സ്പ്രസ്, മലബാറുകാരുടെ സ്വന്തം കുർള. ജനറൽ തിരക്ക് കണ്ടോ? എന്താല്ലേ, ഓഫീസ് ടൈം ആയതുകൊണ്ട് നമ്മളിപ്പോൾ 24 മിനിറ്റ് ലേറ്റ് ആയിട്ട് കണ്ണൂർ എത്തിയേക്കണേ. പിന്നെ അടുത്ത സ്റ്റോപ്പ് പഴയങ്ങാടി, പിന്നെ പയ്യന്നൂർ. പിന്നെ നമ്മുടെ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ഏർനാട് എക്സ്പ്രസ് ആണ്. അത്യാവശ്യമായിട്ട് LHB ആവേണ്ട ഒരു വണ്ടിയാട്ടോ ഏർനാട് എക്സ്പ്രസ്. അങ്ങനെ ഏർനാട് കയറിയപ്പോൾ തന്നെ നമ്മളെ വണ്ടിക്ക് സിഗ്നൽ കൊണ്ടു. നമ്മളെ വണ്ടി ടിപ്പ് എടുത്തു. നെക്സ്റ്റ് സ്റ്റോപ്പ് പഴയങ്ങാടി, പിന്നെ പയ്യന്നൂർ.
ദുരന്തോ എക്സ്പ്രസ്സാണ്. ഹസരത്ത് നിസാമുദ്ദീൻ എറണാകുളം വരെ പോകുന്ന ദുരന്തോ എക്സ്പ്രസ്. അതിന് മംഗലാപുരം ജംഗ്ഷൻ വിട്ട കേരളത്തിൽ ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ, കോഴിക്കോട്. കണ്ണൂർ സ്കിപ്പ്, കാസർഗോഡ് സ്കിപ്പ്, മംഗലാപുരം ജംഗ്ഷൻ വിട്ട കോഴിക്കോട് എറണാകുളം ജംഗ്ഷൻ, അത്രയേ ഉള്ളൂ. ഒറ്റൊരു സ്റ്റോപ്പാണ്. ആ വണ്ടി ഇപ്പോൾ അടച്ചു പറത്തി പോയിട്ടോ, അടിപൊളി വണ്ടിയാട്ടോ അത്. ആ വണ്ടി കൊങ്കാം വഴി വന്നതുകൊണ്ട് ഇപ്പം 1 മണിക്കൂർ പ്ലസ് ലേറ്റാണ്. എന്താണെന്ന് അറിയത്തില്ല, നല്ല ലേറ്റായിട്ടാണ് വണ്ടി പോകുന്നത്. നമ്മളങ്ങനെ പഴയങ്ങാടി വിട്ടു, അടുത്തത് പയ്യന്നൂരാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ഒരു സ്പെഷ്യൽ വണ്ടിയാണ്, സ്പെഷ്യൽ ട്രെയിനല്ല, ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. നമ്മൾ ആ വണ്ടി ഇന്ന് ക്രോസിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു. ആ വണ്ടി അത് ഏത് വണ്ടിയാണ് നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റും, ഗസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. I'll see you guys in the next video. Bye bye.